കേരളത്തിലെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നതിനുള്ള നിർണായകമായ യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേരുന്ന യോഗത്തിൽ നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണും. രാഹുൽ ഗാന്ധിയും യോഗത്തിൽ പങ്കെടുക്കും. വിഷ്ണു പ്രസാദാണ് ഈ നിർണായകമായ യോഗത്തിന്റെ വിവരങ്ങളുമായി ഉള്ളത്. വിഷ്ണു, ഈ തവണ കോൺഗ്രസ് ജയിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കൽ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു കീറാമുട്ടിയായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കൾ എടുക്കുന്ന നിലപാടും നിർണായകമാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അഭിപ്രായവും നിർണായകമാണ്. ഇന്ന് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമമായി ഉണ്ടാകുമോ? അഭിലാഷ്, ഇപ്പോഴുള്ള സംഭവവികാസങ്ങൾ നോക്കുമ്പോൾ ഇന്ന് തന്നെ അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. കാരണം ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തും. രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വന്ന നിരീക്ഷകരായ മുകുൾ വാസ്നിക് ഉൾപ്പെടെയുള്ളവർ, അതുകൂടാതെ കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്ന് തന്നെ ഈ നേതാക്കളുമായി ചർച്ച നടത്തി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് കോൺഗ്രസ്. പ്രധാനമായും തെരുവുകളിലേക്ക് ഉൾപ്പെടെ ഇതിന്റെ പ്രതിഷേധം വ്യാപിക്കുകയും നേതാക്കൾക്ക് വേണ്ടി പ്രവർത്തകർ തെരുവിൽ പ്രകടനം നടത്തിയത് പരിധി വിട്ടു പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇനിയും മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിക്കൂടാ എന്ന നിലപാടിലേക്ക് ദേശീയ നേതൃത്വത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചേരുന്ന യോഗത്തിൽ നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് സംസാരിക്കാനാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ തീരുമാനം. ഹൈക്കമാൻഡിന്റെ നിലപാട്, തീരുമാനം എന്ത് എന്നത് തീർച്ചയായും മല്ലികാർജ്ജുൻ ഖാർഗെ ആ യോഗത്തിൽ വെച്ച് നേതാക്കളോട് വിശദീകരിക്കും. പകരം ഒത്തുതീർപ്പിനായുള്ള മറ്റ് ഫോർമുലകളും ഒരുപക്ഷെ ദേശീയ നേതൃത്വം നേതാക്കൾക്ക് മുൻപിലേക്ക് വെച്ചേക്കും. പിണക്കങ്ങളില്ലാതെ, അസ്വാരസ്യങ്ങളില്ലാതെ ഈ ഭരണകാലം, 5 വർഷത്തെ ഭരണകാലം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നേതാക്കളുടെ സഹകരണം ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ പ്രകടനങ്ങളും ദേശീയ തലത്തിൽ ഉൾപ്പെടെ മാധ്യമങ്ങൾ വലിയ ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇത് പാർട്ടിക്ക് ദേശീയ തലത്തിലും വലിയ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രചരണങ്ങൾക്ക് തടയിടാനും മറ്റ് അനിഷ്ട പ്രചരണങ്ങളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാനുമുള്ള നീക്കമാണ് അല്ലെങ്കിൽ ഒരു മുൻകരുതലാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. യാതൊരു കാരണവശാലും ഇനിയൊരു ചർച്ചകൾക്കോ അല്ലെങ്കിൽ കൂടുതൽ പരസ്യ പ്രസ്താവനകൾക്കോ ഇട നൽകാതെ ഘടകകക്ഷികളെ കൂടുതൽ അസ്വസ്ഥരാക്കാതെ തന്നെ മുഖ്യമന്ത്രി ആര് എന്നുള്ളതിൽ ഒരു തീരുമാനം എത്തിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നേതാക്കളെ ഇപ്പോൾ വിളിപ്പിച്ചിട്ടുള്ളതും. എന്തായാലും ഈ നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി തന്നെ രാഹുൽ ഗാന്ധിയുമായി മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ച നടത്തും. പ്രധാനമായും ഈ നിരീക്ഷകരായിട്ടുള്ള മുകുൾ വാസ്നിക്കും അജയ് മാക്കനും സമർപ്പിച്ച റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് വിശദീകരിക്കും. തുടർന്ന് ഇവരെടുക്കുന്ന തീരുമാനമായിരിക്കും നേതാക്കളോട് ചർച്ച ചെയ്യുന്നത്, ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യുന്നത്. അതിനുശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് രാത്രി തന്നെ നടപ്പാക്കാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ശ്രമം തുടരുന്നത്.